ഹായ് എവരി വൺ. നമ്മൾ ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓവറോൾ 10th സ്റ്റാൻഡേർഡിൻ്റെ ബയോളജിയുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഒരു റിവ്യൂ ജസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും, ചാപ്റ്ററിലെ ഓരോ കണ്ടൻറ്റ് വൈസ് നമ്മൾ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ചാപ്റ്റർ ജനറ്റിക്സ് ഓഫ് ദി ലൈഫ് എന്നാണ്. നോക്കാം നമുക്ക് ചാപ്റ്റർ 1. ഇവിടെ ഫസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത് നോബൽസ് പ്രൈസ് കിട്ടിയ 2 വ്യക്തികളെ കുറിച്ചിട്ടാണ്. അതായത് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി ഫോർ ഡെവലപ്പിംഗ് ദി മെത്തഡോളജി ഓഫ് ജീൻ എഡിറ്റിംഗ്. നമുക്ക് പല ടൈപ്പുള്ള എഡിറ്റിംഗ് അല്ലേ, നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാറുണ്ട്, ഫോട്ടോ എഡിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണ് ഈ ജീൻ എഡിറ്റിംഗ് നോക്കാം. അപ്പോൾ ജീൻ എഡിറ്റിങ്ങിൽ 2020 നോബൽ പ്രൈസ് കിട്ടിയ 2 വ്യക്തികളുടെ പിക്ചർ അതുപോലെ തന്നെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടക്കാൻ കാരണമാവുക, അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള സെല്ലിനെ ഭയങ്കര മൈന്യൂട്ടാണ്, ആ സെല്ലിനകത്തിരിക്കുന്ന ഈ ജീനിൻ്റെ ഡിസ്കവറി, അതുപോലെ തന്നെ അവിടെ നോക്കിയാൽ ദിസ് ഡിസ്കവറി ഈസ് എക്സ്പെക്റ്റഡ് ടു മേക്ക് ദ റെവല്യൂഷണറി അഡ്വാൻസ് ഇൻ ജനറ്റിക് ഡിസീസ് തെറാപ്പി ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ക്യാൻസർ. അങ്ങനെ പാരമ്പര്യമായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ ഇതിനൊക്കെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള കണ്ടുപിടുത്തമാണ് ഈ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഈ ഒരു കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ ബേസ് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം അല്ലേ. സോ ഇറ്റ് ക്യാൻ ഓൾസോ ബി പ്രൊവൈഡ് ഡെവലപ്പ് ക്രോപ്സ് ആൻഡ് റെസിസ്റ്റൻസ് ടു പെസ്റ്റ് ആൻഡ് ഡിസീസസ് അല്ലേ. അതായത് ഈ രോഗാണുക്കൾക്കും അതുപോലെ തന്നെ അസുഖത്തിനൊക്കെ എതിരെയുള്ള ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള രോഗപ്രതിരോധശേഷിയുള്ള സസ്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഹോപ്പാണെന്ത്, ജീൻ എഡിറ്റിംഗ്, ജീനിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ. ഓക്കെ, ദെൻ ഇവിടെ ഒരു കുട്ടിയുടെ സംശയം നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, കാണ്ട് ഈവൻ സീ ജീൻസ് ദെൻ ഹൗ ഇറ്റ് ക്യാൻ ബി എഡിറ്റഡ് അല്ലേ. അതായത് ജീനുകളെ കാണാൻ പോലും പറ്റുന്നില്ല, പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ ജീനിനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണല്ലോ. സോ ഈ ഒരു കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഒരു ജീനിനൊക്കെ ഡീപ്പായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ദി വെരി വെരി ഇമ്പോർട്ടൻറ്റ് DNA, ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ നമ്മൾ DNA എന്ന വാക്ക് നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ടാകും. അറ്റ്ലീസ്റ്റ് ഫിലിം കാണുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്, DNA ടെസ്റ്റ് ചെയ്യാറുണ്ട്, DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ. അപ്പോൾ DNA എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ട ടേമാണ്. എന്താണ് DNA, എന്താണ് ക്രോമസോം, എന്താണ് ജീൻ, ഇങ്ങനെ ഈ ഒരു 3 വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പലപ്പോഴും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണം. ഇതൊക്കെ നമ്മൾ ഈ പാഠത്തിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിരിക്കും നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകുന്നുണ്ടാവുക. കാരണം ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എപ്പോഴും പറയാറുണ്ട്, ബയോളജീൻ്റെ എക്സാം സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ബൈബിളും ഖുറാനും രാമായണം ഒക്കെ എന്ത് തന്നെയാണ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കാണ്. അത് പ്രൂവാണ്. കാരണം കഴിഞ്ഞ SLC എക്സാമിനേഷനിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഫ്രം ദി ഇൻ ബിറ്റ്വീൻ ലൈൻസ്, ഓരോ വരികൾക്ക് അടിയിലൂടെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അത്രക്കും തറവായിരിക്കണം. ഈച്ച് ലൈൻ ആൻഡ് പിക്ചർ, ദെൻ റെപ്രസെൻറ്റേഷൻസ്, ഇല്ലുസ്ട്രേഷൻ നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. സോ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് നമ്മൾ ക്ലാസ് പോകുന്നുണ്ടാവുക. മൂവിങ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ദി ലൊക്കേഷൻ ഓഫ് ദി DNA. ഞാൻ പറഞ്ഞു എന്താണ് DNA, എന്താണ് ക്രോമസോം, എന്താണ് ജീൻ. ഇത് പലപ്പോഴും നമുക്ക് ഒരു സംശയം ഉണ്ടാകുന്ന കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ സെല്ല് അഥവാ കോശം എന്ന് പറയില്ലേ. ദി ബേസിക് യൂണിറ്റ് ഓഫ് ദി ലൈഫ് ഈസ് സെൽ അഥവാ കോശം. ഈ സെല്ല് നമ്മൾ ബോഡി മേഡപ്പ് ചെയ്തിട്ടുണ്ട്, സെല്ല് കൂടിയിട്ട് ടിഷ്യൂ ആയിട്ടുണ്ട്, ടിഷ്യൂ പിന്നെ ഓർഗൻ ആയിട്ടുണ്ട്, അങ്ങനെ കുറേ ഓർഗൻസ് കൂടുമ്പോൾ ഓർഗൻ സിസ്റ്റമായി നമുക്കൊക്കെ അറിയാം. ഇങ്ങനെ നമ്മുടെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ഈ ഒരു സെൽ അഥവാ കോശം എന്ന് പറയുന്ന സെല്ല്, ഓരോ സെല്ലിനകത്തും അതിൻ്റെ ഏറ്റവും സെൻട്രലായി കാണുന്ന ദി സെൻറ്റർ പോർഷൻ അല്ലെങ്കിൽ കൺട്രോളിങ് സെൻറ്റർ, മർമ്മം അല്ലെ, കേന്ദ്രം എന്നറിയപ്പെടുന്ന ന്യൂക്ലിയസ് ഉണ്ട്. സോ ഓരോ സെല്ലിനകത്തും കാണുന്ന ന്യൂക്ലിയസിനൊന്ന് എൻലാർജ് ചെയ്ത് കാണിച്ചു. സോ ദിസ് ഇസ് ദി ന്യൂക്ലിയസ്. ഓക്കെ, അപ്പോൾ ബോഡിക്കകത്ത് ഒരുപാട് സെല്ലുണ്ട്, ഓരോ സെല്ലിനകത്ത് എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. വ്യക്തമായിട്ടുള്ള ന്യൂക്ലിയസ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇനി ഈ ന്യൂക്ലിയസിനകത്ത് നമുക്കറിയാം വി ഹാവ് 46 ക്രോമസോംസ്. നമുക്ക് എത്ര ക്രോമസോംസ് ഉണ്ട്, 46 ക്രോമസോംസ് ആണ് ഹ്യൂമൻ്റെ ക്രോമസോം നമ്പർ. അല്ലെങ്കിൽ ക്രോമസോം സംഖ്യ എത്രയാണ്, 46ആണ്. ഇങ്ങനെ 46 ക്രോമസോമുകൾ ഓരോ സെല്ലിനകത്ത് കാണുന്ന ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്നതാണ്. ഇതാണ് നമ്മുടെ ക്രോമസോം. ദിസ് ഇസ് ദി ക്രോമസോം. ഇനി അടുത്ത പിക്ചറിൽ ആ ക്രോമസോമിനെ ഒന്ന് എൻലാർജ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് സ്ട്രക്ചർ ഓഫ് ദി ക്രോമസോം. ഒരു ബട്ടർഫ്ലൈ ലൈക്ക് സ്ട്രക്ചറാണെന്ന് പറയാറുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ
ഒരു പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ഈ പെൺകുട്ടികൾക്ക് ഉപയോഗിക്കുന്ന മുടിയിലൊക്കെ ഇടുന്ന ബാൻഡ് ഉണ്ടാവില്ല, ബാൻഡ്. ഇത് അങ്ങനത്തെ ഫ്രഷ് ബാൻഡാണ് വിചാരിക്കുക, ഫ്രഷ് ബാൻഡ്. ആ ഫ്രഷ് ബാൻഡ് പിന്നെ ഉപയോഗിച്ച് അത് ഭയങ്കര ലൂസാവും അല്ലേ. അങ്ങനെ ഒരു ലൂസ് സ്ട്രക്ചർ പോയി കാണുന്നത് ഇതാ ഈ ഒരു പിക്ചർ. ഇങ്ങനെ കണ്ടൻസ്ഡ് ആയിട്ടുള്ള അങ്ങനെ എന്താ പറയുക, അടുങ്ങി കൂടിയിട്ടുള്ള ഈ ഒരു സ്ട്രക്ചറിനെ ഒന്ന് ലൂസൻ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആക്കിയ സ്ട്രക്ചറാണ് ഈ കാണുന്ന DNA എന്ന് പറയും. സോ ബേസിക്കലി നമ്മുടെയൊക്കെ ജനറ്റിക് മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് DNA. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സും കോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മെഷീനറി എന്താണ്? DNA ആണ്. ആ DNA എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? DNA ഭയങ്കര കണ്ടൻസ്ഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ കാണുന്ന സ്ട്രക്ചറാണ് ക്രോമസോം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദി ക്രോമസോം. ആ ക്രോമസോമിനെ ഒന്ന് ലൂസൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ആ കണ്ടൻസ്ഡ് ഫോമിൽ ഒന്ന് ലൂസാക്കി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന സ്ട്രക്ചറാണ് ഒരു കോണി പോലെ അല്ലേ, ചുറ്റുകോണി അല്ലേ, ഒരു ചുറ്റി വെച്ചൊരു കോണി പോലെ കാണുന്നില്ലേ. സോ ഇതാണ് DNA എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ നമുക്ക് ലൊക്കേഷൻ ഓഫ് ദി DNA കിട്ടി. ലൊക്കേഷൻ DNA എവിടെയാണ്? ലൊക്കേഷൻ ഓഫ് ദി DNA ഈസ് ഇൻ ദി ന്യൂക്ലിയസ്. ഓരോ സെല്ലിനകത്തും കാണുന്ന ന്യൂക്ലിയസിനകത്താണ് എന്തുള്ളത്? DNA കാണപ്പെടുന്നത്. ഇനി നമ്മൾ നേരത്തെ പിന്നെ പഠിച്ചില്ല, ഒരു എക്സ്ട്രാ ടേം ജീൻ പഠിച്ചു, ജീൻ. സോ ക്രോമസോം ഒന്നും കൂടി ലൂസാക്കി വെച്ച DNA ആയി. DNAയിലെ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? ജീൻ. DNAയിലെ ഒരു ഭാഗമാണ് ജീൻ. എ സിംഗിൾ ജീൻ കൺട്രോൾസ് എ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാൻ എന്തുണ്ട്? ഒരു ജീനുണ്ട്. ഇപ്പോൾ ക്യാരക്ടർ എന്ന് പറയുന്ന ഉദ്ദേശം എന്താ? ആൾ ദേഷ്യക്കാരനാണ്, സാധുവാണ്, പാവമാണ്, അങ്ങനെ അല്ല. നമുക്ക് നമ്മുടെ മുടിയുടെ നിറം, അതിൻ്റെ ഷേപ്പ്, കണ്ണിലെ പ്യൂപ്പിളിൻ്റെ ഐറിസിൻ്റെ കളറ്, ഇങ്ങനെ തുടങ്ങി വളരെ മൈന്യൂട്ടായിട്ടുള്ള നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യുന്നത് ഓരോ ജീനുകൾ. നമ്മുടെ ഹൈറ്റ്, നമ്മുടെ ഐക്യു ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ്. അങ്ങനെയുള്ള ജീൻ ലൊക്കേഷൻ എവിടെയാണ്? പാർട്ട് ഓഫ് ദി DNA. ഒരു DNAയുടെ ഒരു പാർട്ടാണ് ഒരു ജീൻ. ഒരു ജീൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ദി ലൊക്കേഷൻ ഓഫ് ദി DNA. റെഡി? ദി ഡിസ്കവറി of the structure of the nucleic acid DNA was one of the greatest leaps in the field of the biological studies. അതായത് DNA ലൊക്കേഷൻ കണ്ടുപിടിച്ചു എന്നുള്ളതാണ് ഈ ബയോളജിക്കൽ സ്റ്റഡീസിൽ ഏറ്റവും വലിയ കുതിച്ചുചാട്ടെന്ന് പറഞ്ഞു അല്ലേ. സോ അത്രയ്ക്കും മൈന്യൂട്ടായിട്ടുള്ള സെല്ലിനകത്ത് കാണുന്ന നമ്മുടെയൊക്കെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന DNA ലൊക്കേഷൻ എവിടെയാണ്? ലൊക്കേഷൻ ഈസ് ഇൻ ദി, ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ ദി ന്യൂക്ലിയസ്. ഓക്കെ, ഇൻ ദി ഫോം ഓഫ് ദി ക്രോമസോം എന്ന് പറയാം. റെഡി? സോ ഈ ഒരു ബേസിക് പോയിന്റ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.